സർവേശ്വരകാരകനായ സർവ്വദോഷങ്ങളെയും ഹനിക്കുന്ന വ്യാഴം രാശി മാറുന്നു. നിങ്ങളോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് തിരിച്ചടികൾ ലഭിച്ചു തുടങ്ങുന്നൊരു സമയം കൂടിയായിട്ടുണ്ടാകും. എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നാൽ പോലും അവയിൽ നിന്നൊന്നും കാർത്തികക്കാല മേടക്കൂറുകാർക്ക് രണ്ടാം ഭാവം അഥവാ ധനഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറുന്നത്. നമസ്തേ, ഞാൻ വിഷ്ണു. എല്ലാവർക്കും പ്രീസ്റ്റ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സർവേശ്വരകാരകനായ സർവ്വദോഷങ്ങളെയും ഹനിക്കുന്ന വ്യാഴം രാശി മാറുന്നു. മേടമാസം 18 പകൽ 2:04 മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അശ്വതി ഭരണി കാർത്തികക്കാല മേടക്കൂറുകാർക്ക് രണ്ടാം ഭാവം അഥവാ ധനഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറുന്നത്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് വരുന്ന ഒരു വർഷക്കാലം ധനപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസപരമായും ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങളോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് തിരിച്ചടികൾ ലഭിച്ചു തുടങ്ങുന്നൊരു സമയം കൂടിയായിരിക്കും. ഭോഗസുഖമുണ്ടാകും. എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നാൽ പോലും അവയിൽ നിന്നൊന്നും സുഖം ലഭിക്കാത്ത സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായെന്നു വരും. വലിയ ദുഃഖാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ചില ജീവിത സന്ദർഭങ്ങളും ഉണ്ടാകും. രോഗദുരിതങ്ങൾ, പ്രത്യേകിച്ച് ഗുഹ്യഭാഗത്തെ ഉദരഭാഗത്തെയും ബാധിക്കുന്ന രോഗദുരിതങ്ങൾ കൊണ്ട് ദുഃഖാവസ്ഥ ഉണ്ടാകുന്നതുമാണ്. യാത്രകൾ അധികമായി ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും. കടബാധ്യതകളുള്ളവർക്ക് പതിയെ പതിയെ കടബാധ്യതകളിൽ നിന്ന് ഉയർച്ച നേടിത്തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. പരിജനങ്ങൾക്ക് ഗുണാനുഭവങ്ങളും ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. അപവാദങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയൊന്നും വിജയം കാണില്ല. അവയൊന്നും നിങ്ങളെ തളർത്തുകയുമില്ല. പുനർവിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതിയും വിജയവും ഉണ്ടാകുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് ഭിന്നിച്ചു നിന്നവർ ഒരുമിച്ച് ചേരും. ദേവാലയ കാര്യങ്ങൾക്കും മതപരമായ കാര്യങ്ങൾക്കും ധനം ചെലവഴിക്കും. സൽകീർത്തി ഉണ്ടാകും. ചെറുകിട വൻകിട വ്യാപാര മേഖലകളിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതുമായ ഒരു വർഷമാണ് ഇനി വരാൻ പോകുന്നത്. കർമ്മ തടസ്സങ്ങളൊക്കെ നീങ്ങും. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാകുന്നതാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പ്രതീക്ഷിച്ചു കഴിയുന്നവർക്ക് സന്തോഷകരമായ ഒരു വർഷം കൂടിയായിരിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിനോ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനോ ഉള്ള സാഹചര്യങ്ങളുണ്ടാവും. വ്യോമസേനയിലോ വിമാനവുമായി ബന്ധപ്പെട്ട തൊഴിലുകളോ പ്രതീക്ഷിച്ചു കഴിയുന്നവർക്ക് സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നതാണ്. മത്സരങ്ങളിൽ വിജയമുണ്ടാകും. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെയും അണികളുടെയും അംഗീകാരവും ആദരവും ലഭിക്കുന്നതും അവരുടെ പ്രവൃത്തി മണ്ഡലം വളരെ ശോഭനമാക്കുവാൻ സാധിക്കുന്നതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.